2025 മാർച്ച് 29 ശനി കുംഭരാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുമ്പോൾ പുണർദം പൂയം ആയില്യം വിശാഖാനിഴം തൃക്കേട്ട വിട്ടം ചതയം പൂരൂരുട്ടാതി തുടങ്ങിയ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഉണ്ടാകാൻ പോകുന്ന ഗുണദോഷങ്ങളാണ് പറയുന്നത്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു പോകുന്ന സകല ദുരിതങ്ങൾക്കും അറുതി വരുവാൻ പോകുന്നൊരു സമയമാണെന്ന് പറയാം. പ്രധാനമായും സമ്പത്ത് കൈകളിൽ വന്ന് ചേരുക, പ്രതീക്ഷിച്ചതോ അപ്രതീക്ഷിതമോ ആയ സമ്പത്ത് വന്നു ചേരുന്ന പറയാം. അത് കുടുംബത്തിലെ പാർട്ടീഷൻ ഭാഗം വയ്പ് മുഖേനയോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ബ്രോക്കറേജ് പോലുള്ള സ്പെക്കുലേഷൻ കാര്യങ്ങളിൽ നിന്നോ പണം വന്നു ചേരും. ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന വിവാഹം നടക്കുന്നതാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം കൈവരുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ ഈ കടങ്ങൾ വരുത്തി വെച്ചിരുന്ന അത് മുഖേന പല ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുള്ളവർക്ക് ആശ്വാസം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ബന്ധുക്കളിൽ നിന്നും മക്കളിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നത പഠനത്തിന് പോകാൻ കഴിയും. ജോലിക്ക് ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്കും വളരെ അനുകൂലമായ സമയമാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലി പോലെയുള്ള കാര്യങ്ങൾ. കലാകാരന്മാർക്ക് അവസരം ലഭിക്കും. തന്മൂലം പണം പ്രശസ്തിയൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ഇതുവരെ അവസരങ്ങൾ ഇല്ലാതിരുന്ന കലാകാരന്മാർക്ക് അവസരം കിട്ടാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിലുള്ളവർക്കും ബിസിനസ്സിലുള്ളവർക്കും തിളങ്ങാൻ പറ്റിയ സമയമാണ്. അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കും. പല വിധത്തിലുള്ള രോഗങ്ങളാൽ മനക്ലേശം അനുഭവിച്ചിരുന്നവർക്ക്, അത് മരുന്ന് കഴിച്ചിട്ടും രോഗശമനം ഉണ്ടാകാതെ ഇരുന്ന ആളുകൾക്കൊക്കെ ഒരു രോഗശമനം ഉണ്ടാവുകയും തന്മൂലം മനസ്സുഖം വന്നു ചേരുകയും ചെയ്യുന്നൊരു സമയമാണ് മാർച്ച് 29 ശേഷം. 2025 മാർച്ച് 29 ശേഷം പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിയുന്ന പറയാം. അതുപോലെ ഭാര്യാഭർത്തൃബന്ധത്തിലും സഹോദര ബന്ധത്തിലും ഒക്കെ അസ്വാരസ്യങ്ങൾ മാറിക്കിട്ടും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഉയർച്ചയുണ്ടാകുന്ന ഒരു കാലഘട്ടമാണെങ്കിലും ഇനിയും 1 ജില്ലാനും മാസം കൂടി ഉള്ളതുകൊണ്ട്, മാർച്ച് 29 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 1 ജില്ലാനും മാസം കൂടി ഉള്ളതുകൊണ്ട് ഈ സമയത്ത് അവരവർ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും അമിത ധനവ്യയം ഒഴിവാക്കുക, അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക, രാത്രികാലങ്ങളിൽ ഉള്ള യാത്ര അത് വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം അത് നടത്തുക. മേലധികാരികളും തലമൂത്ത കാരണവന്മാരുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെ നോക്കുക. സഹായ വാഗ്ദാനങ്ങളിൽ അപ്പാടെ വിശ്വസിക്കാതിരിക്കുക. അഗ്നിവാഹനാദികൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ശനിമാറ്റം കൊണ്ട് മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും അവരവരുടെ നക്ഷത്രവും ഇപ്പോഴത്തെ ദശകാലവും അനുസരിച്ചാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക. അത് എന്തെങ്കിലും ഇപ്പോഴത്തെ ദശയിൽ ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് അടുത്തുള്ള അമ്പലങ്ങളിൽ ദോഷപരിഹാരവും നടത്തേണ്ടതാണ്. അതുകൊണ്ട് അതറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും നക്ഷത്രം ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക. പ്രത്യേകിച്ച് ഡേറ്റ് ഓഫ് ബർത്തും ജനനത്തീയതിയും പലരും ജനനത്തീയതി അയക്കാതെയാണ് അയക്കുന്നത്. പക്ഷേ ജനനത്തീയതി ഉണ്ടെങ്കിൽ നമുക്ക് ശിഷ്ടദശയും അതുപോലെ ഇപ്പോഴത്തെ ദശാകാലവും ഒക്കെ കണക്കാക്കി എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചു തരിക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, നക്ഷത്രം ഒക്കെ അതിന് മറുപടി തരുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.